ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ബോധവൽക്കരണ ശ്രമം എന്ന നിലയ്ക്കാണ് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായി നമ്മുടെ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ നെഞ്ച് വളരെയധികം പൊള്ളിക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതുമായ ഒരു വാർത്ത നമ്മൾ വായിച്ചറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്തു. നമ്മുടെ അടുത്ത് ഒരു കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചു എന്നൊരു വാർത്ത. വളരെയധികം സങ്കടം തോന്നി ആ ഒരു വാർത്ത കേട്ടപ്പോൾ. കാരണം നമ്മുടെ ഒക്കെ വീടുകളിലുള്ള ഒരു കുഞ്ഞിനെ പോലെയുള്ള ഒരു കുട്ടിയാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണ വീഡിയോ എന്ന നിലയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തൊക്കെയാണ് മുൻകരുതലുകൾ സ്വീകരിക്കാമെന്നൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ പറഞ്ഞു വിട്ടതായിരുന്നു അതിൻ്റെ അമ്മ. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അമ്മ അറിയുന്നത് നായ്ക്കൾ കടിച്ചു പറിച്ച കുട്ടിയുടെ അവസ്ഥയാണ്. അപ്പോൾ എവിടേക്കാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പോക്ക്? പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നു നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ എവിടെയാണ് ഇതിനൊരവസാനം നാം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ കടിയേറ്റ ഉടനെ തന്നെ ആ അമ്മ കുട്ടിയുടെ മുറിവ് നല്ല വൃത്തിയായിട്ട് കഴുകി സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകി അതിനെ ഉടൻ തന്നെ തൊട്ടടുത്ത വിളക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുക്കുകയും ചെയ്തു. എന്നിട്ടും ആ കുട്ടി മരണപ്പെട്ടു എന്നതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത. അപ്പോൾ എന്തുകൊണ്ടാണ് പേവിഷബാധ ഏറ്റിട്ടും കുട്ടി മരണപ്പെടാൻ കാരണം എന്നിങ്ങനെയുള്ള 1-2 ബോധവൽക്കരണ ചിത്രങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. അതുപോലെ തന്നെ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഇത് എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ സമൂഹം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. നമ്മൾ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ നമുക്കും നാളെ ഈ അപകടം സംഭവിച്ചേക്കാം എന്നൊരു ഓർമ്മ കൂടി വേണം ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നീങ്ങാൻ. എത്രത്തോളം തെരുവ് നായ്ക്കൾ നമ്മുടെ ചുറ്റിലും നമ്മുടെ വീടിന് മുന്നിലും നമ്മുടെ പരിസരങ്ങളിലുമൊക്കെ ക്രമാതീതമായി പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം. പേപ്പട്ടി കടിച്ചാൽ ആദ്യ മിനിറ്റുകൾ വളരെ പ്രധാനമാണ്. കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റ് കഴുകണം. ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് കൂടുതൽ നല്ലത്. തുടർന്ന് അടിയന്തരമായി 2 തരം കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ്. 1 ഇൻട്രാഡെർമൽ റേബീസ് വാക്സിനും 2 ആൻറ്റിബോഡി അഥവാ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ കുത്തിവയ്പ്പ്. അതുപോലെ തന്നെ തല, ചെവി, ചുണ്ട്, മൂക്ക്, കഴുത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കടിയേൽക്കുമ്പോൾ റിസ്ക് വളരെയധികം കൂടാൻ കാരണമാകും. അതുപോലെ തന്നെ നാഡീഞരമ്പുകളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ വാക്സിൻ പ്രവർത്തിക്കുന്നതിന് മുമ്പേ പേവിഷബാധ തലച്ചോറിലെത്തുകയും അതുവഴി വാക്സിൻ പ്രവർത്തിക്കാനുള്ള അവസരം ഇല്ലാതാവുകയും ചെയ്യുന്നു. അതുതന്നെ ആയിരിക്കാം നമ്മുടെ അടുത്ത് ഈ കുട്ടിക്കും സംഭവിച്ചത്. ഒരുപക്ഷെ കുട്ടിയുടെ നാഡീഞരമ്പുകൾ എവിടെയെങ്കിലും ആയിരിക്കാം ഈ കടിയേറ്റത്. അതുകൊണ്ടായിരിക്കാം അതിന് ആ വാക്സിൻ ഏൽക്കാതെ വന്നതും. 99.99% കേസുകളിലും വാക്സിൻ ഫലപ്രദമാവുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അപൂർവമായി മാത്രം നാഡീഞരമ്പുകളിൽ കടിയേൽക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ വാക്സിൻ പ്രവർത്തനക്ഷമമല്ലാതാവുന്നത്. എന്നിരുന്നാലും എന്തൊക്കെയായിരുന്നാലും കണക്കുകൾ കണക്കുകളായി തന്നെ നിലനിൽക്കട്ടെ, വസ്തുതകൾ വസ്തുതകളായി തന്നെ നിലനിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. വാക്സിനുകളുടെ കണക്ക് നിരത്തുമ്പോഴും ഈ കുട്ടിക്ക് സംഭവിച്ച ദുരവസ്ഥയെപ്പറ്റി വിഷമിക്കുമ്പോഴും സങ്കടമുള്ളിൽ നിറയുമ്പോഴും ഒരൊറ്റ ചോദ്യമേ നിലനിൽക്കുന്നുള്ളൂ: എന്താണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം?
എങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കൾ ഇത്രയധികം പെരുകുന്നത്? എവിടെ നിന്നാണ് ഇവയ്ക്ക് ഇത്രയധികം ഭക്ഷണം ലഭിക്കുന്നത്? ആരാണ് ഇവയെ യഥേഷ്ടം വളരാൻ അനുവദിക്കുന്നത്? എന്തുകൊണ്ട് ഇവരുടെ ഒരു ഉന്മൂലന നാശം സാധ്യമാകുന്നില്ല? എങ്ങനെയാണ് ഇവയ്ക്ക് വളരാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പുഷ്ടിപ്പെടാൻ ആഹാരം ലഭിക്കുന്നത്? എങ്ങനെയാണ് ഇവ തെരുവ് നായ്ക്കളായി മാറുന്നത്? ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമ്പോൾ ഒരുപക്ഷെ ഇനിയുള്ള ഈ പ്രത്യാശങ്കകൾക്കും ഉത്തരം കിട്ടിയേക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.